ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ മെയ് 2 ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മൾക്കറിയില്ല നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കോ അല്ല ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടോ വേറെയിലായിരിക്കും എന്നുള്ളത്. മോസ്റ്റ് പ്രോബ്ലി എക്സാം 1 or 2 അല്ലെങ്കിൽ ഒരു 3 സ്റ്റേജസിലൊക്കെയാണ് നടത്താറുള്ളത്. നമ്മൾ എന്നാലും ഫസ്റ്റ് സ്റ്റേജ് കണക്കാക്കി തന്നെ പഠിക്കുക. നമുക്കൊരു 14 ഡേയ്സ് മുമ്പേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഏത് ലെവലിലായിരിക്കും എന്നുള്ളത്. ഫസ്റ്റ് ലെവലിലായിരിക്കും, സെക്കൻഡ് ലെവലിലായിരിക്കും എന്നുള്ളത്. എനിവേസ് നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ 45 ഡേയ്സ് ഉള്ളൂ ഇനി എക്സാമിന്. ഈ 45 ദിവസം നമ്മൾ ഇത്രയും 15 സബ്ജക്ട് സിലബസിൽ തന്നിട്ടുള്ള 15 സബ്ജക്ട്സിലെ കോർ ഏരിയാസ് മാത്രം ടച്ച് ചെയ്ത് പോകാനാണ് ഇനി ശ്രമിക്കുന്നത്. കാരണം നമുക്കിനി സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ പഠിക്കാനുള്ള സമയം ഇല്ല. അത്രയും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇതെല്ലാം കവർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും കോർ ആയിട്ടുള്ള ഏരിയാസ്, നല്ല പ്രാധാന്യമുള്ള ഏരിയാസ് പഠിക്കണം. അപ്പോൾ അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഒബ്വിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെയാണെന്നുള്ളത്. അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ റിപ്പീറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അല്ലാത്ത ടൈപ്പും ഒക്കെ ചോദിക്കുന്ന ഏരിയാസ് കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സ് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ചില എക്സാംസിന് അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഏരിയാസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒപ്പം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്നത്തെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുമെന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഇത് എൻ്റെ ഒരു സജഷൻ ആണ്. ഓക്കെ, ഈ 15 സബ്ജക്ട്സിൽ ഞാൻ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും വേൾഡ്, ഇന്ത്യ, കേരള എന്നുള്ള കാറ്റഗറൈസേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓരോ സബ്ജക്റ്റിന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ലിസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി ഈ പറഞ്ഞ സിലബസ് വൈസുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവർക്കും ഇതുവരെ തങ്ങൾ പ്രതീക്ഷിച്ച അത്രയും ലെവലിലോട്ട് പറ്റാത്തവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഓരോ ഡേയ്സിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് മാത്സ് ഇംഗ്ലീഷ്, മാത്സ് മലയാളം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന 45 ഡേയ്സ് നോക്കാൻ പറ്റും. ഓക്കെ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള മാത്സിന്റെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഓരോ ദിവസവും സെലക്ട് ചെയ്യുക. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കുക. ഓരോ ടൈപ്പും എങ്ങനെ സോൾവ് ചെയ്യുന്നു മനസ്സിലാക്കിയതിനു ശേഷം 2-3 വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇത് മാത്സിലും ഇംഗ്ലീഷിലും PYQസും അത്യാവശ്യം ഗ്രാമർ പോർഷൻസും മനസ്സിലാക്കുക. ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾ പിന്തുടരുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന MEM അത്യാവശ്യം സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഡേ 1 to 45 വരെയല്ലേ. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ കാര്യം നോക്കി. ഞാനിവിടെ 2025 ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ 21 തൊട്ട് 25 വരെ നടന്ന ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1, 2 ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി അത് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇവന്റ്സ് ഈസ് ഓർ ആർ അസോസിയേറ്റഡ് വിത്ത് ദ കോൾഡ് വാർ? കോൾഡ് വാർ അതായത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ കോൾഡ് വാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ നമ്മൾ ഇതെന്ന് അറിയുന്നതിന് മുൻപ് എന്താണ് കോൾഡ് വാർ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? വേൾഡ് വാർ എന്നുള്ള ടോപ്പിക് നിങ്ങൾ നോക്കണം. ഓക്കെ, വേൾഡ് വാർ 2 ഉണ്ട് എന്നുള്ളതും അതിനുശേഷം നടന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് കോൾഡ് വാർ. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ അവിടെ ആക്ച്വലി വാർ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, പക്ഷേ ഈ കോൾഡ് വാർ മാത്രം ഈ ചോദ്യത്തിലൂടെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ബാക്കിയുള്ള ഇതിലെ ഓരോ ഇവന്റ്സും ഏത് കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വാർസ് പഠിക്കണം. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്താൽ മതി? വേൾഡ് ഹിസ്റ്ററിന്ന് വേൾഡ് വാർ എന്നുള്ള ഒരു ടോപ്പിക് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആ ദിവസം എന്ത് ചെയ്യാം? വേൾഡ് വാർ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് മാത്രം നോക്കുക. ഓക്കെ, ഇവിടെ വാറും അതിന്റെ ശേഷമുള്ളതുമാണ് ഞാൻ പറഞ്ഞത്. UNOന്റെ ഫോർമേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിനുള്ളത് നമുക്ക് അടുത്തതിൽ വരും. വാർന്നുള്ള ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. വേൾഡ് വാർ ഫസ്റ്റിൽ എന്തൊക്കെ ഇവന്റ്സ് നടന്നു, ഓരോ ഇവന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓട് 1 ഔട്ട് പോലെ ചോദിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് രസത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ടേംസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്, അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ലിറ്റററി വർക്ക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. സോ അത് പഠിച്ചില്ലേ നിങ്ങൾക്ക് ചോദ്യം എങ്ങനെ വന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് വാർ എന്നുള്ള ഏരിയയിൽ നിന്ന് എങ്ങനെ ചോദ്യം വന്നു എന്നുള്ളതും മനസ്സിലായി. നിങ്ങൾ വേൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും പഠിച്ചു. ഓക്കെ, അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ ആ ഒരു പോർഷൻ കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് മുഗൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്താണ് മെഡീവിയൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പോർഷൻ വരും. മാക്സിമം 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് സാധ്യത. ഞാൻ മിക്കപ്പോഴും കാണാറുള്ളത് 1 or 2 ആണ് മുഗളുടെ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന മെഡീവിയൽ ഇന്ത്യ സ്കിപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മുഗൾസിന്റെ മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം അവരുടെ ആർക്കിടെക്ചർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ മുഗൾ ആർക്കിടെക്ചർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണത്. കാരണം എന്ന് വെച്ചാൽ മുഗൾസിന്റെ ഓരോ ഭരണാധികാരിയും നമ്മൾ ആ ഒരു ഓർഡറിൽ പഠിക്കുകയും അവരുടെ ഓരോ സമയത്തും എന്തൊക്കെ ഈ പറയുന്ന പോലെ ആർക്കിടെക്ചറൽ സംഭവങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പഠിക്കേണ്ടി വരും. അപ്പൊ ഇതൊന്ന് ഹോൾഡിൽ വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് മെഡീവിയൽ ഇന്ത്യ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് ഹോൾഡിൽ വെക്കാം. നിങ്ങൾക്കത് ഓക്കെ ആണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ,
അടുത്തത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെ തരത്തിലാണ് അവർ ഈ ഒരു ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഒരു ഭാഗമാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് വേൾഡ് വാർ എന്നുള്ള പോർഷൻ കഴിഞ്ഞു, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്നുള്ളതും കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററി കഴിഞ്ഞു. നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒബ്വിയസ്ലി വൈക്കം സത്യാഗ്രഹ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ഒരു ഹോട്ട് ടോപ്പിക് ആണ്. അത് കംപ്ലീറ്റ് പഠിച്ചെടുക്കുക. വൈക്കം സത്യാഗ്രഹ ആയിട്ട് റിലേറ്റ് ചെയ്ത് ആരൊക്കെയാണ് അതിൽ നേതൃത്വം വഹിച്ചത് എന്നുള്ളതും എന്തൊക്കെ ഇവന്റ്സ് അവിടെ നടന്നതും പഠിക്കുക. സോ 3 ഹിസ്റ്ററി പോർഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അഗൈൻ റഷ്യൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമ്പോൾ കുറേയധികം പഠിക്കാൻ. ഇപ്പോൾ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയിൽ വേൾഡ് വാർ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് പഠിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഗൻ വേൾഡ് ഹിസ്റ്ററിയിലെ ടോപ്പിക് തന്നെ വീണ്ടും നോക്കാൻ ഞാൻ പറയില്ല. കാരണം ഓരോ സബ്ജക്റ്റിൽ നിന്നും അവർ ഈ പറഞ്ഞ ഹിസ്റ്ററി ജോഗ്രഫി എന്നൊക്കെ ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ 2 സബ്ജക്റ്റുകൾ മാത്രമേ ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാറ്റാൻ എന്ത് ചെയ്യാം, നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു സിമ്പിൾ പോർഷനോ അല്ലെങ്കിൽ ചെറിയൊരു പോർഷനോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇപ്പൊ വേൾഡ് വാർ ഇത്തിരി വലിയ ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ റഷ്യൻ റവല്യൂഷൻ ഹോൾഡിൽ വെക്കാം. അത് നെക്സ്റ്റ് ഡേയിൽ ഇതിൽ നോക്കാം. വേൾഡ് ഹിസ്റ്ററിയിൽ ആകെ കുറച്ച് റവല്യൂഷൻസ് ഈ വേൾഡ് വാർ മാത്രമേ ഉള്ളൂ. സോ അത് ഇത്തിരി വലിയ ടോപ്പിക് ആയതുകൊണ്ടാണ് എഗൈൻ വേൾഡ് ഹിസ്റ്ററിയിലെ ചോദ്യം തന്നെ അന്നത്തെ ദിവസം നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അത് കുഴപ്പം വരില്ല. നെക്സ്റ്റ് which of these statements about the literary sources on Kerala history is not true? കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യ സ്രോതസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് ലെവൽ ഓഫ് എക്സാമിനും. ഓക്കെ, ഇത് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. വൈക്കം സത്യാഗ്രഹം പഠിച്ച അതേ ദിവസം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിറ്റററി സോഴ്സസ് എന്തൊക്കെയാണ് കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യ സ്രോതസ്സുകൾ എന്നുള്ളത് ആ ഒരു ചരിത്രം തന്നെയുണ്ട്. ഉണ്ണിയാടി ചരിതം അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിന്റെ കൂടെ സംഘകാല കൃതികളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, സോ അതിനെക്കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങളും അത് എഴുതിയ ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ അതും ഏത് നൂറ്റാണ്ടിലാണെന്നുള്ളതും ഈ ഒരു ഇതിൽ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഒരൊറ്റ ഡേയിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെയുള്ളത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എഗൈൻ ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റില്ല. ഒന്ന്, നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചും അത് ഏത് INC സമ്മേളനത്തിലാണ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ളതും എന്തുകൊണ്ടാണ് ഗാന്ധി ചെയ്ത് നിർത്തി എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് നടന്നതെന്നുള്ളതും നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. നെക്സ്റ്റ് UNO കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആദ്യം ആ വേൾഡ് ഹിസ്റ്ററി കണ്ടപ്പോൾ ഉടനെ UNO നോക്കണ്ട, കാരണം UNO സെപ്പറേറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ കാണും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UNO കുറിച്ച് കംപ്ലീറ്റ് നോക്കാം. എന്താണ് UNO, എന്ന് ഫോം ചെയ്തു, ആസ്ഥാനം എവിടെയാണ്, എന്തൊക്കെ ഭാഷകളാണ് അവിടെ ഉള്ളത്, അതിന് കോഡൊക്കെ ഉണ്ട്, സിമ്പിൾ ആയിട്ട് പഠിക്കാം. പിന്നെ ഈ പറയുന്ന രീതിയിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് ഇത് ചോദിക്കാറുണ്ട്. UNO ഒരു ഭയങ്കര കോർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനിയുള്ളത് സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ് ഇൻ കേരള. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ പറയാ, പല കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പല നവോത്ഥാന നായകരും മുന്നിട്ടിറങ്ങി അവർ സ്ഥാപിച്ച സംഘടനകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഹോൾഡിൽ വയ്ക്കുക, അതിപ്പോൾ നോക്കണമെന്നില്ല, ആ ഡേയിൽ തന്നെ. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് റിവോൾട്ട് ഓഫ് 1857 എന്നുള്ളതാണ്. ഈ റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് അടുത്ത ഡേയിൽ വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഹോൾഡിൽ വെക്കാം. നിങ്ങൾ ഹോൾഡിൽ വെക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്തിടുക. നിങ്ങൾ അപ്പോൾ പഠിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിടുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഒരു ഡേയിൽ വേൾഡ് ഹിസ്റ്ററി കണ്ടു, കേരള ഹിസ്റ്ററി കണ്ടു, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ടോപ്പിക് കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ജോഗ്രഫിയുടെ ഏരിയയാണ് കാണാൻ പോകുന്നത്. ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ്. അപ്പോൾ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് വളരെയധികം ഇങ്ങനെ ടഫായിട്ടുള്ള ഏരിയാസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ഹോൾഡിൽ വെക്കുക. നെക്സ്റ്റ്, which of the following scenarios best illustrates the interplay between climate and geomorphic processes in shaping a landscape over geological timescales? അപ്പോൾ ഇത് ഓരോ ജിയോമോർഫിക് പ്രോസസ്സസിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നു എന്നുള്ളത്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അതിന് നമ്മൾ ഈ പറയുന്ന ജിയോമോർഫിക് പ്രോസസ്സസിനെ കുറിച്ചും അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉള്ളത് നിങ്ങളൊന്ന് ഹോൾഡിൽ വെക്കുക. കാരണം അത് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എലിമിനേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട്. അത് ഞാൻ അടുത്തൊരു ഇതിൽ പറയാം. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ള സംഭവങ്ങൾ വെച്ച് കുറേ നേരം ഇരിക്കേണ്ട. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ഇന്ത്യൻ ജോഗ്രഫിയുടെ മൺസൂൺ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഇത്തിരി ഞാൻ പറഞ്ഞല്ലോ ടഫ് ആയിരുന്നു, പക്ഷെ സെക്കൻഡ് സ്റ്റേജിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ
ഒരു ഞാൻ പറഞ്ഞ അത്യാവശ്യം കൺസെപ്റ്റുവൽ നോളജ് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എലിമിനേഷനിലൂടെ ചെയ്യാൻ പറ്റും. മറ്റേതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് അത്യാവശ്യം ഗ്രാഹ്യം ഉണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ഇതിൽ മൺസൂൺ ക്ലൈമറ്റിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ വേണം ഇന്ത്യയുടെ. അത് നിസ്സാരമായിട്ടല്ല, നമുക്ക് അത് NCERT ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, SCERT കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ മൺസൂൺ ക്ലൈമറ്റ് ആണ് ഇവിടെ പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് മൺസൂൺ വരും, സൗത്ത് ഈസ്റ്റ് മൺസൂൺ വരും. എന്താണ് ഇന്ത്യയുടെ ആ ഒരു മൺസൂണിന്റെ കാര്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അത് മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു കോർ പോർഷൻ നിങ്ങൾ ടച്ച് ചെയ്തു. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഏത് ലെവലിനും. നെക്സ്റ്റ് എഗൻ ഇന്ത്യൻ മൺസൂൺ ആണ്. കണ്ടോ, ഇവിടെ ഇന്ത്യൻ മൺസൂണിനെ കുറിച്ച് അവർ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യ പേപ്പറിലെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിലെ പോർഷൻസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ എടുക്കുന്ന ചോദ്യം അത് ചെറിയൊരു ഏരിയനെ മാത്രം ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ ആണെങ്കിൽ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ 1 2 തന്നെ നോക്കി തീർക്കാം. ഓക്കെ, ഇനി വേൾഡ് ഹിസ്റ്ററി പോലത്തെ നമ്മൾ കണ്ടു ഇത്തിരി വലിയ പോർഷൻ ആണ്. വലിയ പോർഷൻ ആണെങ്കിൽ നിങ്ങൾ എഗൻ വീണ്ടും വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു പോർഷൻ എടുത്ത് സമയം കളയേണ്ടതില്ല. അടുത്ത സബ്ജക്റ്റിന്റെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം, ലൈക്ക് ജോഗ്രഫിയോ എക്കണോമിക്സിന്റെയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നും മനസ്സിലാകും. പിന്നെ നിങ്ങൾ അപ്പൊ കാര്യങ്ങൾ പഠിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, ഇനി SNT പോലെയുള്ള സംഭവങ്ങളും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ പോലെയുള്ള സംഭവങ്ങളും ഇതേപോലെ നിങ്ങൾ ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ കാണും. അപ്പോൾ എന്ത് ചെയ്യാം, അത് പഠിക്കുന്ന നോർമൽ പോർഷൻസ്, ആ പറഞ്ഞ പോർഷനോടൊപ്പം ഇപ്പൊ കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ടും കൂടെ നോക്കണം ഈ കാര്യങ്ങൾ. ഓക്കെ, ചോദ്യ പേപ്പറിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നോക്കണം. പക്ഷേ SNT ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ടും കൂടെ നോക്കേണ്ടി വരും. കാരണം അത് കുറച്ചും കൂടി ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, എന്താണ് ലേറ്റസ്റ്റ് പോളിസീസ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടൊന്നും നോക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യ പേപ്പർ എടുത്തിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കോർ പോർഷൻസ്, അതായത് ഇവർ കോർ ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണല്ലോ ഈ ചോദിക്കുന്നത്, ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഏരിയാസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചോദ്യ പേപ്പർ കാണുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ. നിങ്ങൾ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബെനിഫിഷ്യൽ ആകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണമെന്ന് മാത്രം, 1 അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം എടുത്തിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ്, നമ്മളുടെ 15 സബ്ജക്ട്സിലെ എല്ലാ പോർഷനും, അതായത് അവർ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓരോ സബ്ജക്റ്റിനെയും ടച്ച് ചെയ്ത്, അതിൽ എല്ലാ സബ്ജക്റ്റും ടച്ച് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റണം. അതാണ് ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ പറയുന്ന അവർ പറഞ്ഞിട്ടുള്ള കോർ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് ഇടാം. ആ ഹോട്ട് ടോപ്പിക്സും നിങ്ങളൊന്ന് എക്സ്ട്രാ എന്നുള്ള രീതിയിൽ റെഫറും ചെയ്യുക. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഈ PYQ ചെയ്താൽ തന്നെ മാക്സിമം സ്കോറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരിക്കലും ബോധരാവണ്ട, സ്ട്രെസ്ഡ് ആവണ്ട. ഈ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, അതുപോലെ എക്കണോമിക്സ് പോലെയുള്ളതിന് കുറച്ച് നമ്മൾ റെഫറൻസസ് നടത്തേണ്ടതുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിന്റെ മാത്രം ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അത് മാത്രം സെലക്റ്റീവ് ആയിട്ട് എടുത്ത്, ഹോട്ട് ടോപ്പിക് ആണെങ്കിൽ ഹോട്ട് ടോപ്പിക്കിന്റെ എടുത്ത് വേണ്ട പോർഷൻസ് മാത്രം വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തി പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഞാൻ ചെയ്യാം. ഓക്കെ, അത് ഏതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാനത് ഒബ്വിയസ്ലി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.